എല്ലാവർക്കും മല്ലിമുത്ത് വ്ളോഗ്സിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് എന്താ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നമ്മൾ അമ്പലത്തിൽ പോവാണ് കാപ്പിടാനായിട്ട്. നമ്മൾ നാളെ പളനിക്ക് പോവാണ്. അപ്പം നമ്മുടെ അടുത്തുള്ളൊരു മുരുകൻ അമ്പലത്തിൽ പോയിട്ട് കാപ്പിട്ടു. അവിടെ തന്നെ കാപ്പ് കിട്ടുമായിരുന്നു. നമ്മുടെ കയ്യിൽ ഇങ്ങനെ വളയിടില്ലേ, അതിനെയാണ് കാപ്പെന്ന് ഉദ്ദേശിച്ചത്. മിക്കവാറും എല്ലാവർക്കും അറിയായിരിക്കും. അപ്പോൾ ഇതാണിത് ഈ അമ്പലത്തിൻ്റെ ഇവിടെ ഇങ്ങനെ ആയിട്ടൊരു കുഞ്ഞു പൂച്ചക്കുട്ടിയുണ്ട്. അതിനെ കാണുന്നില്ല, ഞങ്ങളെ കണ്ട് പാത്തു. ഇവിടെ നിറയെ കാവടികൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇവിടുത്തെ ഉത്സവത്തിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ കാവടി യാത്രയൊക്കെ ഉണ്ട്. നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിൽ കൂടെ ഒക്കെ പോകും. അതിൽ നിന്നൊരു കാവടി എടുത്ത് പൂജിച്ച് മോൾക്ക് കൊടുത്ത്, മോളാണ് അതിനെ എടുത്തത്. എന്നിട്ട് നമ്മൾ അതിനകത്ത് ദേ കണ്ടോ ഒരു ചുമന്ന പട്ടനകത്ത് സാധനം ഇതൊക്കെ നമുക്ക് തരും. പളനി പോകുമ്പോൾ അവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അങ്ങനെയാണ് കിട്ടുന്ന പൈസയും അങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ അവിടെ അടുത്ത് തന്നെ ഉള്ള കുറച്ച് വീടുകളിലൊക്കെ കയറി ഏട്ടനും ഞാനും കുഞ്ഞുങ്ങൾ രണ്ടുപേരും അച്ഛനും അമ്മയാണ് പളനിക്ക് പോകുന്നത്. അമ്മയ്ക്ക് നേർച്ചയുണ്ടായിരുന്നു. അങ്ങനെ നമ്മളെല്ലാവരും അവിടെ അടുത്തുള്ള കുറച്ച് വീട്ടിലൊക്കെ കയറിയിട്ട് കാവടിയൊക്കെ എടുത്ത് എല്ലാം റെഡിയായിട്ട് പോയി. തൊട്ടടുത്ത ദിവസം വൈകുന്നേരമാണ് നമുക്ക് ട്രെയിനുള്ളത്. അപ്പോൾ പിറ്റത്തെ ദിവസം രാവിലെ ആകുമ്പോഴത്തേനും അങ്ങോട്ട് ചെല്ലും. പിന്നെ അവിടെ തൊഴുത് കഴിഞ്ഞിട്ട് ഇറങ്ങി ഈവനിങ്ങിൽ നമുക്ക് തിരിച്ച് റിട്ടേൺ ട്രെയിനും അങ്ങനെയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ അടുത്ത് കുറച്ച് വീട്ടിൽ ഒറ്റസംഖ്യ മറ്റോ വരണം, ഇരട്ടസംഖ്യയിൽ വീട്ടിൽ കയറാൻ പാടില്ല എന്നാണ് പറയുക. ഇതാണ് കാപ്പ്. അങ്ങനെ കാപ്പൊക്കെ ഇട്ടു. പിറ്റത്തെ ദിവസം ആയപ്പോൾ നമ്മൾ റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അച്ഛനും അമ്മയും വരാൻ വേണ്ടിയിട്ട് ഏട്ടൻ്റെ ഫ്രണ്ട് നമ്മളെ കൊണ്ടുവന്നിട്ട് റെയിൽവേ സ്റ്റേഷനിൽ വിട്ടു. കരുനാഗപ്പള്ളിയിൽ നിന്നാണ് നമുക്ക് ട്രെയിനുള്ളത്. ഡയറക്റ്റ് പഴനിയാണ്. അങ്ങനെ രാവിലെ ആയപ്പോൾ പഴനി എത്തി. ഇത് കാറ്റാടിപ്പാടമാണ് കേട്ടോ. നല്ല ഭംഗിയാണ് ഇവിടെ കാണാനായിട്ട്. കുറേ ഇങ്ങോട്ട് വന്നു കഴിയുമ്പോഴത്തേനും മോളെയും കൊണ്ട് പോയപ്പോൾ നിറയെ മയിലുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത്രയൊന്നും മയിലിനെയൊന്നും കണ്ടില്ല. റെയിൽവേ സ്റ്റേഷൻ വന്നപ്പം അത് ഫുൾ അടിപൊളിയാക്കിയിട്ടുണ്ട്. മുത്തിനെയും കൊണ്ട് വന്ന സമയത്തെ മാതിരിയല്ല, നല്ല സൂപ്പറാക്കി റെയിൽവേ സ്റ്റേഷനൊക്കെ. ഇപ്പം കാണാൻ നല്ല ഭംഗിയാണ്. അവിടുന്ന് ഒരു ഓട്ടോ എടുത്തിട്ട് നമ്മൾ നേരെ ലോഡ്ജിൽ പോയി. ഇവിടെയാണ് ആദ്യം പോയി നോക്കിയത്. എന്തോ അമ്പലത്തിൻ്റെ ഭാഗമായിട്ടുള്ളതായിരുന്നു ഇത്. അവിടെ പക്ഷേ കിട്ടിയില്ല, 10 മണി കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് നമ്മൾ വേറൊരു അടുത്തൊരു ലോഡ്ജ് എടുത്തു. ഒരു മുറിയിട്ട് നമുക്കൊന്ന് ഫ്രഷായി അമ്പലത്തിൽ പോയാൽ മതി. ഇന്ന് വൈകുന്നേരം 6 മണിയാകുമ്പോൾ നമുക്ക് റിട്ടേൺ ട്രെയിനും ഉണ്ട്. അപ്പോൾ പിന്നെ ഒരു മുറി മതിയായിരുന്നു ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. അപ്പോൾ അവിടെ പോയിട്ട് നേരെ പിന്നെ നമ്മൾ മുടി വെട്ടാൻ വേണ്ടിയിട്ട് പോവാണ്. ഞാനും ഏട്ടനും നമ്മൾ കുഞ്ഞുങ്ങളുമാണ് പോയത്. അച്ഛനും അമ്മയും അവിടെ കുളിച്ച് ഫ്രഷ് ആവുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ പോയി മുടിയൊക്കെ വെട്ടി ഫുഡൊക്കെ കഴിച്ച് നേരെ അമ്പലത്തിൽ പോകാനാണ് നമ്മുടെ പ്ലാൻ. അങ്ങനെ ഞങ്ങൾ ദേ ഇങ്ങനെ കാഴ്ചയൊക്കെ കണ്ട് രാവിലെ പോവാണ്. അങ്ങനെ ദേ കണ്ട ഇതാണ് അമ്പലം, പഴനി അമ്പലം. ഇവിടെ ദേ കുറേ ആർച്ച് മാതിരിയൊക്കെ പണിയുന്നുണ്ട് കേട്ടോ. കയറിപ്പോകുന്ന പടിയുടെ അവിടെയും ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് മുടി വെട്ടുന്ന ഇടമാണ്. ഇവിടെ പോയാണ് മുടി വെട്ടുന്നത്. ബാക്കി ഭാഗം അടുത്ത വീഡിയോയിൽ കാണാം. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ.